അല്ലാഹുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിൽ ഒരു അടിമയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി ഏതാ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താ? അത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിലെ ഒരു അടിമയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതി എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കും. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, രണ്ട് ഫരീഖും ഫിസ് സഈർ. ഒന്ന് സ്വർഗത്തിന്റെ അവകാശികൾ, രണ്ടാമത്തത് നരകത്തിന്റെ അവകാശികൾ. അങ്ങനെ രണ്ട് വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വേർതിരിച്ചിട്ട് ആ സ്വർഗത്തിന്റെ അവകാശികൾ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കും നരകത്തിന്റെ അവകാശികൾ മുഴുവനും നരകത്തിലേക്കും കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം കടന്നു വരേണ്ട മനുഷ്യനും ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിലുകൾ അടച്ചു കളഞ്ഞു. ഇനി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. സ്വർഗത്തിന്റെ കവാടം അടച്ചു കളഞ്ഞു, നരകത്തിന്റെ കവാടവും അടച്ചു കളഞ്ഞു. ഇനി ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗമോ നരകമോ തുറക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടിന്റെയും വാതിലടക്കുകയാണ്. അങ്ങനെ സ്വർഗവാസികൾ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അവിടെ കിടന്ന് ആസ്വദിക്കുകയാണ്. കാരണം എല്ലാവർക്കും 33 വയസ്സാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, അവിടെ കറുത്തവരില്ല, പ്രായമുള്ളവരില്ല, രോഗികളില്ല, ന്യൂനതയുള്ളവരില്ല, എല്ലാവരും ഒന്നുപോലെയാണ്. 33 വയസ്സോ, എല്ലാവരും യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. ആ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നിസ്കാരമില്ല, നോമ്പില്ല, ഖുർആൻ ഓതണ്ട, ദിക്ർ പറയണ്ട, സലാത്ത് പറയണ്ട, വഅദ് കേൾക്കണ്ട, സദഖ കൊടുക്കണ്ട, ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കടന്ന് സുഖിക്കാം. ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, സ്വർഗവാസികള്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ ജനങ്ങൾ പറയുന്നു, അല്ലാ, ഞങ്ങൾക്കൊന്നും വേണ്ട തമ്പുരാന്. അൽഹംദുലില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തിനാണ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിക്കുന്നതെന്നറിയുമോ? സ്വർഗവാസികൾ പറയുന്നു, പടച്ചവര്, ഞങ്ങൾ ആരാണെന്നറിയുമോ? അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പരലോകമെന്ന് പറയുന്ന ഭയാനകമായ ദിവസമുണ്ടല്ലോ പടച്ചവനെ, വല്ലാത്ത ഭയമുള്ള ദിവസമാണ്. എല്ലാവരും പേടിച്ച് വിറച്ചു പോകുന്ന ദിവസം. പടച്ചവനെ, നബിതങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം. അതാ നൊന്ത് പ്രസവിച്ച തന്റെ ചെറിയ മക്കളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്. ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ, പെണ്ണുങ്ങൾ എപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. പെങ്ങളെ, നാളെ
പടച്ച റബ്ബിന്റെ പരലോകത്തെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്ന വേദന അവൾ അറിയുകയില്ല. കാരണം അത്രയ്ക്കും ഭയാനകമായ ദിവസമാണ്. പടച്ചവനെ ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരാണ്. പടച്ചവനെ ഒരാളുടെയും ഓരോ വ്യക്തികളുടെയും തലയുടെ മുകളില് ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു സൂര്യനെ അങ്ങ് താഴ്ത്തുകയാ. വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങുകയാണ്. യാ വൈലതാ യാ ഹസറതാ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കടന്ന് നിലവിളിക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എല്ലാവരും തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. അന്നൊരാൾ പോലും തല ഉയർത്തുകയില്ല. അല്ലാഹുവേ, പടച്ച റബ്ബ് തീരുമാനിച്ചവരല്ലാതെ ഒരു മനുഷ്യനും തല ഉയർത്താൻ കഴിയാത്ത പരലോകത്ത് അല്ലാഹുവേ, നീ എന്റെ മുഖത്ത് സന്തോഷം തന്നവനാണ് പടച്ചവന്. അന്നെന്റെ മുഖത്ത് നീ സന്തോഷം തന്നല്ലോ പടച്ചവനെ. ഞാൻ നരകത്തിൽ കിടന്ന് കരികണ്ടവനാണ്. നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കണ്ടവനാണ്. ഞാൻ നരകത്തിന്റെ വിറകുള്ളിയാണ്. എന്നിട്ടും എന്നെ ഭയാനകമായ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥാ, എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ അവകാശമില്ല. എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ അർഹതയില്ല. കാരണം സ്വർഗത്തിൽ കിടക്കാൻ ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. എന്നിട്ടും പടച്ചവനെ, നീ എനിക്ക് സ്വർഗം നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്, അതിനേക്കാളും എനിക്ക് എന്തേ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിക്കുമ്പോ പിന്നെയും ചോദിക്കുകയാ, നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ സമയത്ത് അവര് പറയുന്നു, അല്ലാ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ടു പടച്ചവന്. മാതാപിതാക്കളെ കണ്ടു, ഭാര്യയെ കണ്ടു, കൂടപ്പുറപ്പിനെ കണ്ടു, മക്കളെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബർ കണ്ടു പടച്ചവനെ. മസ്സറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, നരകം കണ്ടു, സ്വർഗം കണ്ടു. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരെയും നിങ്ങൾ കണ്ടു. പക്ഷേ ഇന്ന് വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല തമ്പുരാന്. നിന്നെ ഞങ്ങൾക്ക് കാണണം പടച്ചവന് എന്ന് നാളെ സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയുമ്പോ ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്. ഇതേ കണ്ണുകൊണ്ട് കാണുകയാണ്. ഏതുപോലെ എന്നറിയുമോ? 14 രാവിലെ ചന്ദ്രൻ ആകാശത്ത് കാണുന്നത് പോലെ നാളെ പടച്ച റബ്ബിനെ കാണുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പദവി അത് പടച്ച റബ്ബിനെ കാണലാ. അത് അല്ലാഹുവിനെ കാണലാ. നാളെ പടച്ച റബ്ബ് സ്വർഗവാസികളോട് പറയുകയാ, അസ്സലാമു അലൈക്കും യാ അഖിലൽ ജന്ന. നാളെ പടച്ച റബ്ബ് സ്വർഗവാസികളോട് സലാം പറയുകയാ. അല്ലാഹു സലാം പറയുമ്പോ ആ സലാം അടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവനെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണാനുള്ള അവസരം കിട്ടലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയണം. അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോയാലേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോകണം? അള്ളാഹിനെ കാണണമെങ്കിൽ എവിടെ പോകണം? പറ ചങ്ങാതിമാരെ, എവിടെ പോകണം? എവിടെ പോകണം? നിങ്ങൾക്ക് ശബ്ദമൊന്നും ഇല്ലേ? എന്നാൽ ഞാൻ പിന്നെ അങ്ങോട്ട് പറയാം, ഇവരെങ്കിലും കേൾക്കും, അവർക്കറിയാം. എവിടെ പോകണം? അള്ളാഹെ കാണണമെങ്കിൽ എവിടെ പോകണം ചങ്ങാതി?
അള്ളാഹുവെ ആരാണോ ഇവിടെ ഇരുന്ന് ഉറക്ക സ്വർഗമെന്ന് പറയുന്നത് അവർക്ക് മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. എവിടെ പോണോ അള്ളാഹെ കാണണമെങ്കിൽ? അപ്പം നിങ്ങൾക്ക് പറയാൻ അറിയാം അല്ലേ? അതൊരെണ്ണം കിട്ടിയാലേ പറയത്തുള്ളൂ എന്ന് വിചാരിച്ച ഞാൻ എന്നാ ചെയ്യാനാ? അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇപ്പം ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? ഇപ്പം ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോയിട്ട് നരകത്തിന്റെ ഏറ്റവും അടി വല്ല സീറ്റുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കും നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹുവെ ആരൊക്കെ കൈവക്കിയോ അവർക്ക് മുഴുവനും നിന്നെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണ പടച്ചവനെ. അള്ളാഹുവെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കൊടുക്കണ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ പൊരുത്തം കിട്ടിയവരുടെ കൂട്ടത്തിൽ നീ അവരെ പെടുത്തണേ റഹ്മാനെ. ആ കൈവക്കാത്തവനെ നീ കാത്തുകൊള്ളണേ പടച്ചവനെ. പറ, പൈസ വല്ലതും ചോദിച്ചോ? അള്ളാനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നെഞ്ചും വിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞവനെ ഞാൻ എന്നാ പറയാന്? ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. അപ്പൊ വേണമെങ്കിൽ പൊക്കും അല്ലേ? ഇനി പൊക്കാത്തപ്പം പൊക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? അല്ല തന്നെ പറഞ്ഞു തരികയാ. അല്ല തന്നെ പറഞ്ഞു തരികയാ. പടച്ചവനെ കാണാനുള്ള വഴി എന്തെന്നറിയുമോ? വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി فليعمل عملا صالحا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അമലന സ്വാലിഹ, നല്ല കാര്യങ്ങൾ ചെയ്യടോ, സൽക്കർമ്മങ്ങൾ ചെയ്യടോ. നിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നിനക്ക് അവസരം തന്നിരിക്കുകയാണ്. നിനക്ക് ഒരുപാട് ചാൻസ് ഉണ്ടല്ലോ, ഒരുപാട് നന്മകൾ ചെയ്യാൻ. നിസ്കരിക്കണമെന്ന് തോന്നുമ്പോ നിസ്കരിക്കാമല്ലോ, നോമ്പ് പിടിക്കണമെന്ന് തോന്നുമ്പോൾ നോമ്പ് പിടിക്കാമല്ലോ, സദഖ കൊടുക്കണമെന്ന് തോന്നുന്ന സെക്കൻഡിൽ കൊടുക്കാമല്ലോ. പടച്ചവനെ സ്വലാത്ത് പറയണോ, വാഴ്ന്ന് കേൾക്കണോ, എന്ത് നന്മ ചെയ്യണോ, എന്ത് നന്മ ചെയ്യാൻ നീ ആഗ്രഹിച്ചാലും ചെയ്യാനുള്ള സമയം നിനക്കുണ്ട്. നിനക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. എങ്കിലും പടച്ചവനെ ഈ കാണുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ഈ മീസാ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ പള്ളിപ്പറമ്പുണ്ടല്ലോ, ഈ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്നവരുടെ ആഗ്രഹം എന്താണെന്നറിയുവോ? ഈ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരാഗ്രഹമുണ്ട് വാപ്പാ. അവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവരുടെ ആഗ്രഹം എന്താണെന്നറിയുവോ? പടച്ചവനേ അല്ലാഹുവേ, പടച്ചവനെ എന്നെ ദുനിയാവിലൊന്നും മടക്കിയിരുന്നെങ്കിൽ എനിക്ക് നിസ്കരിക്കാം പടച്ചവന്, നോമ്പ് പിടിക്കാമായിരുന്നു പടച്ചവന്, സദഖ കൊടുക്കാമായിരുന്നു പടച്ചവന്, വഅദ് കേൾക്കാമായിരുന്നു പടച്ചവന്, നന്മകൾ ചെയ്യാമായിരുന്നു പടച്ചവന്. ഈ ഖബറിനകത്ത് കിടക്കുന്ന ഓരോ മനുഷ്യന്റെയും ആഗ്രഹം അതാണ്. കേറി വരാൻ പറ്റുമോ ചെറുപ്പക്കാരാ? ഈ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന ഒരാൾക്കെങ്കിലും എഴുന്നേറ്റ് വന്നിട്ട് ഈ പള്ളിക്കകത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ? സദഖ കൊടുക്കാൻ കഴിയുമോ? സ്വലാത്ത് പറയാൻ കഴിയുമോ? ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഒരാൾക്കും അത് എഴുന്നേറ്റ് വന്ന് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ സമയം കഴിഞ്ഞു പോയി. എന്നാ ഈ പള്ളിയുടെ മുറ്റത്ത് ഈ ഖബറിന്റെ ചാരത്തിരിക്കുന്ന നിനക്ക് നിസ്കരിക്കാമല്ലോ, നിനക്ക് നന്മകൾ ചെയ്യാമല്ലോ, നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. ഈ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തേക്ക് നീ പോകുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്യടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. സൽക്കർമ്മങ്ങൾ
കർമ്മങ്ങൾ ചെയ്താ നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടാ. നിന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്താൽ നിനക്ക് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ ബഹുമാനായ ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, മനോഹരമായി പള്ളി കെട്ടുന്നതിന് കാര്യമില്ലടോ, പണമുണ്ടെങ്കിൽ ഇതിനെക്കാളും വലിയ പള്ളി കെട്ടാ. പടച്ചവനെ, പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഒരുമിച്ചുകൂടി ഇതുപോലെ വാഴു വെച്ച് പള്ളിയെല്ലാ ലൈറ്റുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു. ഇനി ഈ നാട്ടുകാരുടെ ഈ നാട്ടുകാരായ ചെറുപ്പക്കാര്, നിങ്ങളിൽ അധികം പേരുടെയും സ്റ്റാറ്റസ് ഈ പള്ളിയാണ്. എത്ര ദിവസമാ ചെറുപ്പക്കാരാ, കുറച്ച് കഴിയുമ്പോ അത് കഴിഞ്ഞടാ പൊന്നുമോര്. എങ്കിലും പള്ളി അലങ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഈ പള്ളിക്കകത്തിരുന്ന് നിസ്കരിച്ചിട്ടാട്, ഈ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതിയിട്ടാട്, ഈ പള്ളിക്കകത്തിരുന്ന് ദിക്ർ പറഞ്ഞിട്ടാട് ഈ പള്ളി അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മകൾ ചെയ്യണേ, സൽക്കർമ്മങ്ങൾ ചെയ്യണേ. ഇത് പറയുമ്പോ നിങ്ങൾ പറയും, ഉസ്താദേ ഞാൻ നിസ്കരിക്കുന്നവനാ, ഞാൻ ഖുർആൻ ഓതുന്നവനാ, ഞാൻ ദിക്റുകൾ പറയുന്നവനാ, ഉസ്താദേ ഞാൻ പള്ളിക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തവനാ. നിങ്ങളോട് ചോദിച്ചാ എല്ലാവർക്കും പറയാൻ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, നിങ്ങൾ ദിക്ർ പറയുന്നവരാ, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാ, നിങ്ങൾ സദഖ കൊടുക്കുന്നവരാ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? അത് നിനക്കറിയില്ല. എടാ, നീ പള്ളി കെട്ടിക്കൊടുത്തോ, നീ നിസ്കരിച്ചോ, നീ ഖുർആൻ ഓതിയോ, നീ എന്ത് നന്മ ചെയ്യും? നീ നിസ്കരിക്കുമല്ലോ. ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നവരാ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഓതുന്ന സൂറത്ത് ഏതാ? കുൽഹു വല്ലയും ഇന്നാഴത്തേനി. കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ഒറ്റപ്പോക്ക. എന്നാൽ 4 പേര് കാണാനുണ്ടെങ്കിലോ? 4 പേര് കാണാൻ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്നോടൊന്ന് നിസ്കരിക്കാൻ പറഞ്ഞ നിനക്ക് ഇന്നാത്തനെ ഒന്നും നീ ഓതൂല്ല. പടച്ചോനെ, എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് വല്ലാത്ത ഒരു നിസ്കാരം. 4 പേര് കാണണം. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ വലിയ ശിർക്കിനെ ഭയപ്പെടുന്നില്ല, ചെറിയ ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താണ് നബിയെ ഈ ചെറിയ ശിർക്കെന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി നീ നിസ്കരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം ഇങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിക്കുന്നവരുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും എനിക്ക് നോമ്പാണെന്ന് പത്രത്തിൽ കൊടുക്കും. എനിക്ക് റജബ്, ഷഅബാൻ, റമളാൻ 6 നോമ്പ്. എനിക്കെല്ലാം നോമ്പ് ഉസ്താദേ. നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കും, എന്തിനാ നീ നോമ്പ് പിടിക്കുന്നേ? തഹജ്ജുദ് നിസ്കരിക്കുന്ന സഹോദരൻ പറയും, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റാൽ 4 മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ സുബഹി വരെ നിസ്കാരം, ദിക്ർ, ഖുർആൻ ഓതൽ. ഇതാ നമ്മുടെ നിസ്കാരം. എടാ, പള്ളിക്ക് വേണ്ടി സ്റ്റേജ്, പള്ളിക്കും പാപങ്ങൾക്കും ചോദിക്കും, പള്ളിക്ക് പൈസ തരുവോ? പത്രത്തിൽ കൊടുക്കുവോ? ഫ്ലെക്സ് വെക്കുവോ? പേര് വിളിച്ചു പറയോ? വാട്സപ്പിലൊക്കെ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യോ? എങ്കിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റ് വരെ പൂട്ടിയിട്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നന്മ ഇതാ, നമ്മുടെ നന്മ ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നന്മ ചെയ്തിട്ട് കാര്യമില്ല. അവൻ നഷ്ടപാളിയാടോ. അവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുകയാ, ആരെ കാണാനാണോ നീ, ആരെ കാണാനാണോ നിസ്കരിച്ചത്, അവന്റെ അടുക്ക പോയി പ്രതിഫലം വാങ്ങടാ. പടച്ചവനെ അല്ലാഹു പറഞ്ഞു വിടുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയുകയാ. ഈ വഅദ് പറയുന്ന ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എല്ലാവരും പറയണം, സിറാജിന്റെ വഅദ് മനോഹരമാണ്, നല്ല വഅദായിരുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന് കരുതിയിട്ടാണ് ഈ സമയത്ത് ഞാൻ ഇവിടെ കിടന്ന് ചെലക്കുന്നതെങ്കിലോ പടച്ചവനെ പ്രയോജനമില്ല. ഇതുകൊണ്ട് എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രതിഫലവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മകൾ ചെയ്യൂ, നിസ്കരിക്കുക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിസ്കരിച്ചാ നിനക്ക് സ്വർഗമാണ്. 1000 കൊല്ലം നിസ്കരിക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യർ ഈ പള്ളിക്കകത്ത് വന്നിട്ട് ഒരു വഖത്ത് നിസ്കാരം, പടച്ചവനെ നാളെ സുബഹി നിസ്കരിക്കാൻ വരുമല്ലോ, നാളെ 5 വഖത്ത് നിസ്കാരമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വഖത്ത് ഈ പള്ളിക്കകത്ത് വന്ന് നിങ്ങൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട്
പറയുകയാ, നീ സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് അവിടുന്ന് സന്തോഷ വാർത്ത പറഞ്ഞു തരുമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ, എന്നാ നിസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, എടാ പരാജയപ്പെട്ടവര്, നീ നരകത്തിന്റെ അവകാശിയാ, നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നീ അല്ലാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാതെ നീ മരിച്ചു പോയാൽ നീ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടാ പള്ളിയിൽ നിന്ന് മലക്കുകൾ ഇറക്കി വിടുന്നത്. ഒരു വഖത്ത് മതി വാപ്പാ, ഒരു റക്അത്ത് മതി വാപ്പാ സ്വർഗത്തിൽ പോകാൻ. നിസ്കരിക്കേണ്ടത് പോലെ നിസ്കരിച്ചാൽ നിനക്ക് അല്ലാഹുവേ നിസ്കാരപ്പായിലും നീ എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുവോ? നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാ കഴിയണം പെങ്ങളോ, വഅദ് കേൾക്കുന്ന പെങ്ങളോ, കാലിന്റെ മുകളിൽ കാലും കേറ്റിയിരുന്ന് വഅദ് കേൾക്കുന്ന ചെറുപ്പക്കാരിയായ പെങ്ങളോട്, മോളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്നത് പോലെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് മതി നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാറ്, അത് മതി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാറ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുവോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കാലിലെ ഒരു വിരൽ പഴുക്കുകയാ, കാലിലെ ഒരു വിരൽ പഴുക്കുകയാണ്. പഴുത്ത് കഴിഞ്ഞാ പിന്നെ മുറിച്ചു മാറ്റണമല്ലോ. പടച്ചവനെ ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാലു പഴുക്കുകയാ, പഴുപ്പ് മുകളിലേക്ക് കേറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വലിയ പ്രയാസമാണ്, ഈ കാലിന്റെ ഒരു വിരൽ മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല, അവിടെന്ന് വലിയ കാര്യമാക്കിയില്ല. പടച്ചവരെ കാലിന്റെ വേദന കൂടുകയാണ്, ആ പഴുപ്പിങ്ങനെ മുകളിലേക്ക് കേറുകയാണ്, തന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പാവുകയാണ്. വല്ലാത്ത വേദന വന്നപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് പറയുകയാ, കാല് കാണിക്കുകയാണ്. അവര് പറഞ്ഞു, തങ്ങള് ഞങ്ങൾ അങ്ങയോട് നേരത്തെ പറഞ്ഞതാണ് വിരൽ മുറിക്കാൻ, ഇപ്പൊ കാൽപ്പത്തി മുറിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് സമ്മതിക്കൂ, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും തങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉർവ റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടുന്ന് ഒരു വഴിയില്ലാതെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അങ്ങനെ ഉർവ തങ്ങളുടെ കാല് മുറിക്കാൻ കൊണ്ടുവന്നു. കാല് മുറിക്കാൻ സമയമാകുമ്പോ അതാ കള്ള് കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുകയാ, ലഹരി കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുകയാ. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ കള്ള് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്? തങ്ങളെ കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഈ കള്ള് കുടിച്ചാ അല്പം വേദനയ്ക്ക് ശമനം കിട്ടും തങ്ങള്, അതുകൊണ്ട് കള്ള് കുടിക്കണമെന്ന് വൈദ്യന്മാര് പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മരിച്ചാലും ഞാൻ കുടിക്കില്ല. പിന്നെ എങ്ങനെയാ കാല് മുറിക്കുന്നത്? ഉർവ തങ്ങൾ പറയുകയാ, കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ? ഉർവ റളിയല്ലാഹു തആല അൻഹു, ഞാൻ പറഞ്ഞൊരു വഴി പറഞ്ഞു തരാ, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു ഉളുവെടുത്തിട്ട് കടന്നു വരികയാ. വൈദ്യന്മാരോട് പറയുകയാ, ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ നിസ്കരിക്കാം, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ കാല് മുറിച്ചോ. ഉർവ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
പറയുകയാണ്, പടച്ചവനെ ഉളുവെടുത്തിട്ട് കടന്നു വന്നു. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്ന് നിയ്യത്തുകൾ ചെയ്തിട്ട് കൈകെട്ടി നിസ്കാരം തുടങ്ങുകയാ. ഫാത്തിഹ ഓതി റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിൽ സൂറത്തുകൾ ഓതുകയാണ്. ഏത് സൂറത്താ? സൂറത്തുൽ മുസമ്മിൽ ഓതുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബ്ൻഖുസ് മിൻഹു ഖലീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാകുമ്പോ വൈദ്യന്മാര് കടന്നു വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടി മുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഒരു കാല് വെട്ടി മുറിക്കുകയാണ്. മോനെ അനസ്തേസിയ കൊടുത്തില്ല, ഒരു മരുന്നും കൊടുത്തില്ല. നിന്നെ പോലെ ഒരു പച്ചയായ മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്. സിനിമാ കഥയല്ല പറയുന്നത്, KGF-ന്റെ കഥയല്ലടാ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്, അല്ലാഹുവേ താബീങ്ങളിൽപ്പെട്ട പടച്ചവനെ ഒരു മഹാനിന്റെ ചരിത്രമാ പറയുന്നത്. ഉർവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരു കാല് വെട്ടി മുറിക്കുകയാണ്. മഹാനവറുകൾ നിസ്കാരത്തിലാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. എന്ത് ചെയ്തെന്നറിയുവോ? സൈതണ്ണ തിളപ്പിക്കുകയാ. പെങ്ങളെ, അടുപ്പിൽ കടുക് വറുക്കുമ്പോ പപ്പടം ചുടുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാടൻ തെറിച്ചാ സഹിക്കാൻ കഴിയാത്ത പെങ്ങള് ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. മുറിച്ച കാലിൽ നിന്ന് ബെഡിങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തെന്നറിയുമോ? സൈതണ്ണ തിളപ്പിക്കുകയാ. എണ്ണ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച എണ്ണ കൊണ്ട് വന്നിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയുകയാണ്, ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? ഒരു സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? അല്ലാഹ് പറയുകയാ, ഞാൻ തരാ. സന്തോഷമുള്ള ഒരു ജീവിതം തരാ, സമാധാനമുള്ള ഒരു ജീവിതം തരാ. രാജാക്കന്മാരെ പോലെ ഒന്നിനും കുറവില്ലാതെ പടച്ചവനെ നിനക്ക് ദുനിയാവിൽ ജീവിക്കണോ? അല്ലാഹ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, മൻ അമില സ്വാലിഹാ. നല്ല കാര്യങ്ങൾ ചെയ്യണേ ബാപ്പാ, നല്ല കാര്യങ്ങൾ ചെയ്യണേ ബാപ്പാ. ഒരുപാട് അവസരമുണ്ടല്ലോ. അല്ലാഹ് പറയുകയാണ്, മൻ അമില സ്വാലിഹൻ, നീ നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്താ ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബാ. അല്ലാഹ് പറയുകയാ, നിനക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള, ബർക്കത്തുള്ള, റഹ്മത്തുള്ള ഒരു ജീവിതം നിനക്ക് വേണോ? നീ നന്മകൾ ചെയ്യ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യ്. നീ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് നല്ല ജീവിതം ഞാൻ തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ, ഇന്ന് അസറിനാണോ മഗ്രിബിനാണോ ഉദ്ഘാടനം ചെയ്തത്? അസറിന് പള്ളി നിറച്ച ആളില്ലായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ അസറിന് വന്ന് നോക്ക്. ഇന്ന് അസർ നിസ്കരിക്കുമ്പോൾ പള്ളി നിറയെ ആള്. എടാ, നാളെ സുബഹിക്ക് പള്ളി വന്ന് നോക്ക്. ഒരു സഫ് ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ പള്ളി നിസ്കരിക്ക്. ഈ പള്ളിയൊക്കെ മനോഹരമാണോ? എടോ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി കരയും. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ഈ നാട്ടുകാര് പള്ളിയിൽ വരാതെ ഇരുന്ന ഈ പള്ളി കരയും. ഈ പള്ളി കരഞ്ഞ നീയൊക്കെ അറിയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊട്ടാരം പോലെ പള്ളിയൊക്കെ പണിതു, അൽഹംദുലില്ലാ. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. പള്ളി വലുത് പണിയണം, അതൊക്കെ ഒരു ഇസ്സത്താ. എന്തിനാ? നിനക്ക് 2 പേർക്കും 3 പേർക്കും താമസിക്കാൻ നീ 2 നിലയുള്ള വീട് പണിയുന്നു. പിന്നെ പള്ളി അള്ളാഹുടെ വീടല്ലേ? എടാ, കേവലം അടിമയായ നിനക്ക് എത്ര വലിയ വീട് പണിയാമെങ്കിൽ അള്ളാഹിക്കെന്തേ?
എൻ്റെ സഹോദര, നീ മനസ്സിലാക്കേണ്ടത്, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി കരയും. കരഞ്ഞ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കാൻ പറയും. എന്തിനാ നീ പേടിക്കണേ? നിനക്ക് എന്താ വേണ്ടത്? ഇവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? തിന്നാനല്ലേ? നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും തിന്നാൻ കൊടുക്കാനല്ലേ നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നേ? ഉറങ്ങുന്നില്ല, ഉപ്പളയിലൂടെ രാത്രിയൊക്കെ നടക്ക, ഉറക്കമില്ല, തട്ടുകട, രാവും പകലും കിടന്നിട്ട് ഇവിടെ കിടന്ന് ജോലി ചെയ്യാൻ പറ്റാതെ ഗൾഫിൽ പോയിട്ട് ഇവിടെ രാവിലെ പോയാൽ വൈകിട്ട് വരും. അവിടെ അങ്ങനെയല്ല, പാതിരാത്രി 12 മണി വരെ ജോലി. എന്തിന്? ഉസ്താദെ, മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ, ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കണ്ടേ? നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? അല്ല പറഞ്ഞല്ലോ, നീ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുക, നിങ്ങൾ നിസ്കരിച്ചാൽ ഞാൻ തരാമല്ലോ ഭക്ഷണം. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ ഉള്ളത് പറ, ആരാ? എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന, എല്ലാ ദിവസവും നല്ല ഐക്കൂറയൊക്കെ മേടിച്ച് കഴിക്കുന്ന ആളാരാ ഉള്ളേ? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന ആരടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണോ? ആരാ നല്ല ഫുഡ് കഴിക്കണേ? ഇവിടുത്തെ ഖത്തീബ് ആരാപ്പ? എന്താ ആ ചിരി കണ്ടോ? അൽഹംദുലില്ലാ. എന്താ ചങ്ങാതി ഇതായിരിക്കണോ? അവരായിരിക്കും. എന്താ ഉസ്താദുമാരെ? ഇസ്മായിൽ കാസിമി എൻ്റെ കൂടെ പഠിച്ച കാസിമിയ, ഇപ്പം അധ്യാപകന. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? പള്ളിയിലെ ഉസ്താദ് പറയുക, ഇറച്ചി വേണ്ട കേട്ടോ, കൊളസ്ട്രോൾ ആണെന്ന്. ഉസ്താദന്മാരാടോ ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്നത്, ഏറ്റവും നല്ലതുപോലെ ജീവിക്കുന്നത് ആരാ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഉസ്താദന്മാർക്ക് കാറുണ്ടാകും, വീടുണ്ടാകും, ബൈക്കുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അത് അള്ള കൊടുത്ത. പിന്നെ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണോ? ഉസ്താദന്മാരൊരു വണ്ടി എടുത്താൽ വലിയ പരാതി ഇല്ലേ? പരാതി. നല്ല ഡ്രസ്സ് ഇട്ടാ പരാതി. ഉസ്താദന്മാര് വണ്ടി എടുത്താൽ പരാതി. പിന്നെ ഉസ്താദന്മാരെന്താ ഓട്ടോ വിളിച്ച് കിടക്കണോ? എടാ, നിങ്ങൾക്കൊക്കെ എന്തുമാകാം. ഉസ്താദ് വണ്ടി എടുത്താ പരാതി, ഉസ്താദ് നല്ല വസ്ത്രം ധരിച്ച പരാതി, ഉസ്താദ് ഒന്ന് കറങ്ങാൻ പോയ പരാതി. സുബ്ഹാനല്ലാഹ്. ആ കാലമൊക്കെ മാറി ചങ്ങാതി. ജീവിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം. അത് എന്തായാലും അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിൽപ്പെട്ടതാണ് ആ മനുഷ്യന് നല്ല ഒരു വീടുണ്ടാവുക, സഞ്ചരിക്കാൻ വാഹനമുണ്ടാവും, അതൊക്കെ. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന് നല്ല ഫുഡാണ് എല്ലാ ദിവസവും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാ നിങ്ങൾ ആര് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ആ ചങ്ങാതി ഈ പള്ളിക്കകത്തുണ്ടാവും. ഉണ്ടോ? എത്ര കമ്മിറ്റിക്കാരാ നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നത്? എടാ, നിങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ആര് പള്ളിയിലുണ്ട്? ഉസ്താദ് മുഅദ്ദിനും അൽഹംദുലില്ലാ പള്ളിക്കകത്തുണ്ട്. അതുകൊണ്ട് അള്ള പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന കാലം വരെ ഞാൻ കൊടുക്കാണ്. ഒരു പേടി ഞങ്ങൾക്കൊന്നും ഇല്ലടോ ചങ്ങാതിമാരെ. മരിക്കണവരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.